കഴിഞ്ഞ 3 സെഷനുകളിൽ നമ്മൾ ഒരേ ആശയമാണ് പിന്തുടർന്ന് വന്നുകൊണ്ടേയിരുന്നത്. അതായത് യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അതിനോടനുബന്ധമായി യേശു പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആയേക്കാമെന്നല്ല, ആകുന്നത് നല്ലതാണ് എന്നല്ല, ആണ് എന്നാണ് പറയുന്നത്. യാതൊരു സംശയവുമില്ല, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. ഈ ഒരു പ്രസ്താവനയുടെ അർത്ഥമാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് തുടങ്ങാം. ആദ്യമായി ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് നമ്മുടെ വിശാലമായ പ്രസക്തി, വൈഡർ റെലവൻസ് എന്ന് പറയില്ലേ, അതിൻ്റെ അടിവരയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഇറ്റ്സ് ആൻ എംഫാറ്റിക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം നമ്മൾ സാധാരണ നമ്മളെപ്പറ്റി അങ്ങനെയല്ല ചിന്തിക്കുന്നത്. നമ്മൾ പലപ്പോഴും വളരെ വിനയമൊക്കെ ഭാവിച്ച് സൗമ്യതയൊക്കെ നടിച്ച് ഞാനൊന്നുമില്ലേ എന്ന് വിചാരിച്ചൊക്കെ നടക്കും. പക്ഷെ യേശു അങ്ങനെയല്ല പറയുന്നത്. യേശു പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്നാണ് പറയുന്നത്. എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതും എന്നെ എപ്പോഴും വെല്ലുവിളിച്ചുകൊണ്ടേ ഇരിക്കുന്നതുമായ ഒരു പ്രസ്താവനയാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അർത്ഥങ്ങളുടെ വിവിധ തലങ്ങളെ ഞാൻ ദീർഘനാളുകളായി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അവയൊക്കെയാണ് ഈ ഒരു സെഷനിൽ കൂടെ ഒരുപക്ഷെ ഇതിന് അപ്പുറമായും നമുക്ക് പങ്കിടുവാൻ ഇടയാകാൻ പോകുന്നത് എന്ന് ഞാൻ ആശിക്കുന്നു, പ്രത്യാശിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് സാർവലൗകികമായ പ്രസക്തി ഉണ്ട് എന്ന് യേശു പറയുന്നത്? അതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വരണമല്ലോ. അടിസ്ഥാനരഹിതമായ ഒരു പ്രസ്താവനയാണെങ്കിൽ അതിന് അർത്ഥം ഉണ്ടാകുകയില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യവുമില്ല. ഇപ്പം നിങ്ങളെല്ലാവരും വലിയ തിമിംഗലങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അർത്ഥമൊന്നുമില്ല. നിങ്ങൾ വലിയ വലിയ ആനകൾ, പിടിയാനകളാണ് എന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ അത് ഒരാധാരം, ഒരടിസ്ഥാനം, ഒരു ബേസിസ് ഉണ്ട്. അതെന്താണ്? സാർവലൗകികമായ പ്രസക്തിയുള്ളത് ആത്മാവിന് മാത്രമാണ്. പരിശുദ്ധാത്മാവ് അത് യേശുവിൻ്റെ പഠിപ്പീരുകളിൽ വളരെ വ്യക്തമായി വെളിപ്പെട്ട് വന്നിട്ടുള്ളതാണ്. കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല എന്ന് കരുതുന്നുവെങ്കിലും യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ യേശു പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് അടിക്കുന്നു, അല്ലെങ്കിൽ ഊതുന്നു. ഇവിടെ നിന്ന് വന്നെന്നോ ഇവിടേക്ക് പോകുന്നുവെന്നോ ആരും അറിയുന്നില്ല. കാരണം ഒരു വ്യക്തിയുടെയും പിടിയിൽ ഒതുങ്ങാത്ത ഒരു പ്രതിഭാസമാണ് ആത്മാവ്. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെയും പിടിയിൽ ഒതുങ്ങാത്തത്? അത് സാർവലൗകികമാണ് എന്നതുകൊണ്ടാണ്. അപ്പോൾ അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നാം സങ്കുചിതമായ മനസ്ഥിതിയോടുകൂടെ സൃഷ്ടിക്കുന്നതെല്ലാം തന്നെ നാം അതിനെത്ര വില കൽപ്പിച്ചാലും അത് ആത്മാവിനെ നിരാകരിക്കുന്നതിന് തുല്യമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, എനിക്ക് എൻ്റെ സഭ, അതിനപ്പുറത്തൊന്നുമില്ല. പരോക്കിയലിസം എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്നത്. ഇപ്പോൾ പലരും പറയും, എന്നോട് പലരും ചോദിക്കുന്നത്, ഞങ്ങളുടെ സഭയിൽ കൈകടത്താൻ താൻ ആരാണോ എന്ന് ചോദിക്കും. എന്താണ് ഞങ്ങളുടെ സഭ? ഞങ്ങളുടെ സഭയിൽ മറ്റൊരു വിശ്വാസിക്ക് കാലുകുത്താൻ ഇടവില്ലാതെ പോകുന്ന സഭ എന്താണ്? അത് ഈ പ്രശ്നം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഓരോരുത്തരും അവരവരുടെ കൊച്ചു കൊച്ചിടങ്ങളിൽ മാത്രം അവരുടെ അസ്തിത്വവും പ്രസക്തിയും മനസ്സിലാക്കി, അത് ഞങ്ങളുടെ മുറ്റമാണ്, അവിടെ നിങ്ങൾ കയറി ചവിട്ടരുത്, ഞങ്ങളുടെ മുറത്തിൽ കയറി കൊത്തരുത് എന്നതിനപ്പുറത്തേക്ക് പോകുവാൻ ദുർഭാഗ്യവശാൽ ക്രിസ്ത്യാനിക്ക് കഴിയാതെ പോകുന്നത് യേശു വിഭാവന ചെയ്ത ഈ വലിയ വിശാലമായ പ്രസക്തിയുടെ പൂർണ്ണമായ നിരാകാരമാണ്. ഇറ്റ്സ് എ കംപ്ലീറ്റ് റിജക്ഷൻ ഓഫ് ദിസ് ഗ്രാൻഡ് വിഷൻ ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഹാഡ് ഫോർ ഓൾ ഓഫ് us. ഇത് വളരെ വ്യക്തമായി നാം ധരിക്കണം. കാരണം നാം പിറന്നപ്പോൾ തൊട്ടേ നമ്മളെ പരിശീലിപ്പിച്ചും പഠിച്ചും ബോധിപ്പിച്ചും വന്നത് നമ്മൾ ഈ ചെറിയ ഇട്ടാവട്ടത്തിൽ മാത്രം
ഒതുങ്ങി നിൽക്കേണ്ടവരാണ്. ഇതിനപ്പുറത്ത് നോക്കരുത്, ഇതിനപ്പുറത്തോട് സഹകരിക്കരുത്. നിങ്ങളുടെ കൂറ് മുഴുവനും നമ്മളോടുകൂടെ, നമ്മുടെ സഭയോടുകൂടെ ആയിരിക്കണം. നമ്മുടെ സഭയുടെ നേട്ടത്തിനും ലാഭത്തിനും വേണ്ടി ഒരു ഹലോ ഇതാ ഒരു ഹലോ, there is a disturbance. Please mute your camera. Thank you. Sorry, your microphone, sorry. അപ്പോ ഇത് പരോക്ഷ്യലിസം ഈസ് എ ഡിനയൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് വളരെ വ്യക്തമായി നാം ധരിക്കണം. യേശു പറഞ്ഞ ദർശനത്തെ നാം മനസ്സിലാക്കിയാൽ യാതൊരു സംശയമില്ലാതെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യം, സങ്കുചിതമായ മനസ്ഥിതിയോടുകൂടെ മനുഷ്യൻ സൃഷ്ടിക്കുന്നത് എന്തായാലും, അത് സഭയാണെങ്കിലും കൂട്ടായ്മയാണെങ്കിലും പ്രസ്ഥാനമാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും, അതെല്ലാം യേശു വിഭാവന ചെയ്ത പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആത്മീയമായ അവസ്ഥയുടെ പൂർണ്ണമായ നിരാകാരമാണ്, റിജക്ഷനാണ്. ഇത് വളരെ വ്യക്തമായി നാം ധരിച്ചിരിക്കണം. അപ്പൊ അങ്ങനെയുള്ളൊരവസ്ഥയിലായിരുന്നു യഹൂദന്മാരുടെ വേലിക്കപ്പുറത്തുള്ളതൊന്നും ദൈവത്തിന് താല്പര്യമുള്ളതല്ല. ദൈവത്തിൻ്റെ ചുമതലയും താല്പര്യവും ശ്രദ്ധയും ഞങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഞങ്ങൾ മാത്രം മേന്മയുള്ളവരാണ്, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് എന്ന് വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് യഹൂദന്മാരുടെ കണ്ണ് അടഞ്ഞു പോയത് എന്ന് യേശു സുവിശേഷങ്ങളിൽ പലയിടങ്ങളിൽ വ്യക്തമായും ആവർത്തിച്ചും പറയുന്നത് ഏവർക്കും അറിയാവുന്നതാണ്. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത്, അതുകൊണ്ടാണ് യേശു പറഞ്ഞത് യഹൂദന്റെ അവസ്ഥ എന്താണ്? അന്ധനെ വഴി കാണിക്കുന്ന അവസ്ഥയാണ് യഹൂദ മതത്തിലെന്ന് യേശു പറഞ്ഞത് നമുക്ക് സുവിശേഷത്തിൽ നിന്ന് പരിചയമുള്ളതാണ്. എന്താണ് അന്ധത? ഈ സങ്കുചിതമായ മനസ്സിൽ അല്ലെങ്കിൽ അവസ്ഥയിൽ മനുഷ്യന്റെ അവസ്ഥ അന്ധതയുടെ അവസ്ഥയാണ്. നമുക്ക് കാണേണ്ടത് കാണാൻ കഴിയാതെ വണ്ണം നമ്മുടെ കാഴ്ചയുടെ സാധ്യതകളെ പരിമിതപ്പെടുത്തുന്ന അവസ്ഥ. നമുക്കറിയാം, പല ആളുകൾക്കും അവരുടെ വ്യക്തിപരമായ ലാഭത്തിനും താല്പര്യങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്ന ഒന്നും കാണാൻ കണ്ണില്ല. അതിൽ വളരെ ഭക്തിയും കൊണ്ടുവെക്കും. അതാണ് രസം. ഇപ്പം നല്ല ശമരിയക്കാരൻ്റെ ഉപമയിൽ ആ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അവിടെ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ കാണാനുള്ള കണ്ണില്ല. കാരണം അവൻ്റെ മനസ്സത്രമാത്രം സങ്കുചിതമായതുകൊണ്ടാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ലോകത്തെ മുഴുവനും അവൻ്റെ ചുമതല ബോധത്തിൻ്റെ പരിധിക്കുള്ളിൽ കൊണ്ടുവരണം എന്ന ഈ ഒരു ശക്തമായ വെളിപ്പെടുത്തൽ യേശു നടത്തുന്നത് അന്ന് യഹൂദ മതവിശ്വാസികളുടെ മധ്യത്തിൽ ഇടം പിടിച്ചിരുന്ന സങ്കുചിതമായ മനസ്ഥിതിയും കാഴ്ചപ്പാടും അവരുടെ മതജീവിതത്തിലും അവരുടെ വ്യക്തിത്വത്തിലും വരുത്തിവെച്ച കാര്യമായ പാപ്പരത്വം അല്ലെങ്കിൽ തകരാറ് അല്ലെങ്കിൽ പട്ടിണി മനസ്സിലാക്കിയിട്ടാണ്. ഇത് നമ്മുടെ ഇടയിലും അതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായി പ്രവർത്തിക്കുന്നുണ്ട് എന്നത് തിരിച്ചറിയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാകും. ഇനി അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് പെരോക്യലിസം ഇസ് എ ഫങ്ഷൻ ഓഫ് ഇന്നർ ഡാർക്ക്നെസ്. ഈ സങ്കുചിതമായ എൻ്റെ സഭ മാത്രമാണ്, അപ്പുറത്തൊന്നുമില്ല എന്ന ഈ ഒരു മണ്ടത്തരം, ശുദ്ധ മണ്ടത്തരം, അത് നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തിൽ നിന്ന് മാത്രം നമുക്ക് ഗ്രഹിക്കാവുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം ചിന്തിക്കാവുന്ന ഒരു അവസ്ഥയാണ്. ഇനി അപ്പോൾ നമ്മുടെ യേശു പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ട്. അതാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വെളിച്ചമുണ്ട് എങ്കിൽ അന്ധകാരവും ഉണ്ട്. അതിന് പറയുന്നത് ലോ ഓഫ് ഓപ്പോസിറ്റ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ലോ ഓഫ് ഓപ്പോസിറ്റ്സ്. എന്തുണ്ടെങ്കിലും അതിൻ്റെ വിപരീതം ഉണ്ടായിരിക്കും. ഇപ്പം ജീവനുണ്ടെങ്കിൽ മരണമുണ്ടായിരിക്കും, പകലുണ്ടെങ്കിൽ രാത്രി ഉണ്ടായിരിക്കും, ഉയരമുണ്ടെങ്കിൽ താഴ്ചയുണ്ടായിരിക്കും. അപ്പോൾ അത് വളരെ നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു മർമ്മമാണ്. അതായത് ലോ ഓഫ് ഓപ്പോസിറ്റ്സ്, OPPOSITES. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ട് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിൽ അന്ധകാരവും ഉണ്ട്. ഇത് നാം എപ്പോഴും തിരിച്ചറിയണം. അപ്പോൾ ആ അന്ധകാരം നമ്മെ നയിക്കാം. ആ അന്ധകാരത്തിൽ നമുക്ക്
ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും നമുക്ക് രൂപീകരിക്കാം. അല്ലെങ്കിൽ വെളിച്ചമുണ്ട്, അത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കാം. ഈ രണ്ട് സാധ്യതകളുമുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ അനുസരിച്ച് നാം നമ്മെ തന്നെ മനസ്സിലാക്കുകയും ക്രമീകരിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? വളരെ വളരെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്, നമ്മുടെ തന്നെ ദുരിതത്തിൻ്റെ വക നാം സൃഷ്ടിക്കുന്നു. ഇന്ന് ലോകത്തിൽ പല വ്യക്തികളും മനസ്സിലാക്കാൻ മടിക്കുന്ന ഒരു കാര്യം, അവരായിരിക്കുന്ന അവസ്ഥയുടെ വിമ്മിഷ്ടവും ദുരവസ്ഥയും പരാധീനതയും എന്താണ് പറയുന്നത്, അർത്ഥശൂന്യമായ അവസ്ഥയും എല്ലാം അവർ തന്നെ സൃഷ്ടിച്ചതാണ്. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പലരും കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് എങ്ങനെ സൃഷ്ടിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഉള്ളിലെ അന്ധകാരത്തെ കേന്ദ്രീകരിച്ച് മാത്രം ചിന്തിക്കുകയും അപ്രകാരം തന്നെ അവരുടെ സാധ്യതകളെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അറിഞ്ഞോ അറിയാതെയോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദുരിതവും പരാജയവും അപമാനവും മാത്രം വരുത്തി വെക്കത്തക്കവണ്ണം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ഒഴിവാക്കത്തക്കവണ്ണം നാം അച്ചടക്കം പാലിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ തന്നെ ഈ ലോകത്തിലെ നരകം സൃഷ്ടിക്കുവാൻ നമുക്കിടയാകും. ഇത് ചരിത്രത്തിൽ നാം നോക്കുമ്പോൾ ഹിറ്റ്ലറിൻ്റെ കാലത്തുണ്ടായിരുന്ന ജർമ്മനിയിലെ ആളുകൾ, ഹിറ്റ്ലർ വലിയൊരു സ്വേച്ഛാധിപതിയായി എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. അങ്ങനെ ഒരു സ്വേച്ഛാധിപതിയെ അവരുടെ രക്ഷിതാവായി സ്വീകരിപ്പാൻ തക്കവണ്ണം അന്ന് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ലക്ഷോപലക്ഷം ആളുകൾ തയ്യാറായി. ഹിറ്റ്ലറാണ് ഞങ്ങളുടെ ദൈവം എന്ന് ഏറ്റു പറഞ്ഞ ജനലക്ഷങ്ങൾ ജർമ്മനിയിൽ ഉണ്ടായിരുന്നു. ഞാൻ ആ കാലഘട്ടം വളരെ ശ്രദ്ധയോടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം, ഒരു ജനതയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അന്ധകാരം അവരെ ഏതെല്ലാം അപകടത്തിലേക്കാണ് വഴി നടത്തുവാൻ ഇടയാകുന്നത് എന്നത് ചരിത്രം വലിയ ശബ്ദത്തിൽ നമ്മെ വിളിച്ചറിയിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചരിത്രബോധം ഒന്ന് സൃഷ്ടിച്ചെടുക്കാൻ ക്രിസ്ത്യാനികൾ സാധാരണ കൂട്ടാക്കാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാതെ പോകുന്നു. അത്രമാത്രം സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ കൂടുതലായി വിശദീകരിക്കാതെ മുൻപോട്ട് പോവുകയാണ്. ഇനിയും ഞാൻ പ്രധാനമായും ഈ കോഴ്സിൽ കാൾ യുങ്ങിൻ്റെ സൈക്കോളജിയാണ് അവലംബിക്കുന്നതെന്ന് ഞാൻ ആദ്യത്തെ സെഷനിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ കാൾ യുങ് ഈ ഒരു അവസ്ഥയെപ്പറ്റി പറയുന്ന ഒരു കാര്യം ഈ തരുണത്തിൽ പ്രസക്തമായതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാൻ പോവുകയാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കോട്ട് ചെയ്യാൻ പോവുകയാണ്. He says, a tyrant is a mega personification of all human inferiorities. എങ്ങനെയാണ് ഒരു സ്വേച്ഛാധിപതി ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ ഒരു സ്വേച്ഛാധിപതി ആരാണ്? അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള ആളുകളുടെ അല്പത്തരങ്ങളും അവരുടെ ഉള്ളിലെ അന്ധകാരങ്ങളും അത് ആൾരൂപമായാൽ അതിൻ്റെ പേര് സ്വേച്ഛാധിപതിയാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. സോ ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ ടൈറന്റ് ആൻഡ് ദ പീപ്പിൾ. ഒരു സ്വേച്ഛാധിപതിയും അദ്ദേഹത്തിൻ്റെ കാൽക്കീഴെ കിടന്ന് ഞാഞ്ഞൂല് പോലെ കഴിയാൻ മനസ്സുള്ള ഒരു ആൾക്കൂട്ടവും ഉണ്ടായിരിക്കും. ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം അന്ധഭക്തരെന്ന് പറയത്തില്ല, അന്ധഭക്തി. ഇതൊക്കെ ഇതിനോടനുബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഇടയാകണം. വിശാലമായ ഒരു വായന നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആരാണ് ഒരു സ്വേച്ഛാധിപതി? ആരാണ്? ഈസ് എ മെഗാ പെർസോണിഫിക്കേഷൻ ഓഫ് ഓൾ ഓഫ് ഹ്യൂമൻ ഇൻഫീരിയോറിറ്റീസ്. ഇത് വാസ്തവത്തിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ വിളിച്ചു പറയേണ്ട ഒരു ചരിത്ര സത്യമാണ്. പിന്നെ അദ്ദേഹം പറയുന്നു, എ ടൈറന്റ് ഈസ് എൻ എക്സ്പേർട്ട് ഓൺ thriving on the stupidity and mean-mindedness of the people. ഒരു സ്വേച്ഛാധിപതി എന്നതോ ജനത്തിൻ്റെ സ്റ്റുപ്പിഡിറ്റി, ബുദ്ധിശൂന്യതയും അവരുടെ നാനാവിധമായ അപകർഷതാബോധങ്ങളെയും ഏറ്റവും സമർത്ഥമായി മുതലെടുക്കാൻ പഠിച്ചവനാണ് ഒരു സ്വേച്ഛാധിപതി. അപ്പൊ നമുക്ക് വേദപുസ്തകത്തിൽ ഒരു ഉദാഹരണമുണ്ടല്ലോ, പരിചയമാണ്. ഏതാണ്? പൊന്തിയോസ് പിലാത്തോസ് യഹൂദന്മാർക്ക്
തിരഞ്ഞെടുക്കാനായിട്ട് അവസരം കൊടുത്തു. നിങ്ങൾക്ക് യേശുവിനെ വേണോ ബറബ്ബാസിനെ വേണോ? അവരാരെ തിരഞ്ഞെടുത്തു? ജനം ആരെ തിരഞ്ഞെടുത്തു? ബറബ്ബാസിനെ തിരഞ്ഞെടുത്തു. ഓർമ്മയുണ്ടല്ലോ? ആ തിരഞ്ഞെടുപ്പ് എന്തോ തിരഞ്ഞെടുപ്പാണ്? നല്ല ഡെമോക്രസി അല്ലേ? തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമാണല്ലോ ഡെമോക്രസി, അല്ലേ? നമുക്ക് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് തിരഞ്ഞെടുക്കും? ഇന്നും നമുക്ക് ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മൾ യേശുവിനെ തിരഞ്ഞെടുക്കുമോ ബറബ്ബാസിനെ തിരഞ്ഞെടുക്കുമോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉള്ളിൽ അന്ധകാരമാണ് എങ്കിൽ നാം തന്നെ നമ്മുടെ അധപ്പതനത്തിൻ്റെയും ഈ ലോകത്തിലെ നരകത്തിൻ്റെയും വഴി വെട്ടും. ഇത് നാം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. അതിൻ്റെ ഒരു മുൻകൂറായിട്ടുള്ള താക്കീതാണ് യേശുവിൻ്റെ ക്രൂശീകരണത്തെ സംബന്ധിച്ചുള്ള ചിത്രീകരണത്തിൽ ബറബ്ബാസിനെ മതി, ഞങ്ങൾക്ക് ബറബ്ബാസിനെ മതി, യേശുവിനെ ക്രൂശിക്കുക എന്ന് ജനം ഒരേ സ്വരത്തിൽ അട്ടഹസിക്കുകയാണ്. അത് അന്ധകാരത്തിൻ്റെ അട്ടഹാസമല്ലയോ? ഇതെല്ലാം മനുഷ്യന്റെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥകളിൽ കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. ആകസ്മികമായി സംഭവിക്കുന്നതല്ല. ഇനി മുൻപോട്ട് പോകാം. അങ്ങനെയുള്ള അവസ്ഥയിൽ നാം തന്നെ നമ്മുടെ നരകം സൃഷ്ടിച്ചു വെക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് യേശു നൽകുന്ന മാർഗമാണ്, നിങ്ങൾ സൽഗുണപൂർണരാകുവാൻ ശ്രമിക്കുവീൻ, ബി പെർഫെക്റ്റ്. അപ്പൊ നമ്മൾ വിചാരിക്കുക ഈ സൽഗുണപൂർണരാകുന്ന നമ്മൾ ദൈവത്തോട് കാണിക്കുന്നതാണ് ഔദാര്യമാണെന്ന്. അതല്ല. നമുക്ക് നമ്മോട് തന്നെ എന്തെങ്കിലും കരുതലുണ്ടെങ്കിൽ, നാം നമ്മുടെ തന്നെ ശവക്കുഴി തോണ്ടാതിരിക്കണമെങ്കിൽ സൽഗുണപൂർണത എന്ന ലക്ഷ്യത്തിലേക്ക് നിരന്തരം പ്രയാണം ചെയ്യുവാൻ, പുരോഗമിക്കുവാൻ നാം കൂട്ടാക്കണം. നത്തിങ് ലെസ് വിൽ ഡു. ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. അപ്പോൾ മനഃശാസ്ത്രപരമായി നോക്കുമ്പോഴും ആത്മീയതയുടെ വെളിച്ചത്തിൽ നോക്കുമ്പോഴും ഒരു സ്വേച്ഛാധിപതി ആരാണ്? ഒരു ജനതയുടെ മനസ്സിലും മധ്യത്തിലും സ്ഥിതി ചെയ്യുന്ന അന്ധകാരത്തിൻ്റെ പ്രവണതകളെ ഒരു ഭൗതിക ശക്തിയാക്കി പരിണമിച്ച് അതുകൊണ്ട് മുതലെടുക്കുവാൻ കഴിവുള്ളവനാണ് സ്വേച്ഛാധിപതി. ഞാൻ ഇംഗ്ലീഷിൽ പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവുമെന്ന് വിചാരിക്കുന്നു. എ ഡിക്റ്റേറ്റർ വർക്ക്സ് by making the collective darkness of the people a deadly material force which grips the masses. നിങ്ങൾക്കറിയാം, കാൾ മാർക്സിന്റെ മതത്തെ പറ്റിയുള്ള ഡെഫിനിഷൻ നിങ്ങൾക്കറിയാം. കാൾ മാർക്സ് പറഞ്ഞത്, യു ടേക്ക് എനി ബിലീഫ്, ഏത് വിശ്വാസ പ്രമാണവും എടുത്തോ, അത് മതപരം ആകണമെന്നൊന്നുമില്ല, അത് ഒരു കൂട്ടം ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ നിങ്ങൾ അത് വിജയിച്ചാൽ അതൊരു ഭൗതിക ശക്തിയായി മാറുന്നു. ഇറ്റ് ബിക്കംസ് എ മെറ്റീരിയൽ ഫോഴ്സ് ദാറ്റ് ഗ്രിപ്സ് ദ മാസസ്. അതിനാണ് അദ്ദേഹം മതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ ഡെസ്പറ്റിസം അല്ലെങ്കിൽ ടോട്ടാലിറ്റേറിയനിസം, ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ മതമാണ്. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഡിക്റ്റേറ്റർഷിപ്പ് ആസ് എ പൊളിറ്റിക്കൽ റിലിജിയൻ. അതിൻ്റെ വേര് നിൽക്കുന്നതിൻ്റെ ഉറവിടം, അതിൻ്റെ ആവിർഭാവം മനുഷ്യ മനസ്സിൽ കുടികൊള്ളുന്ന അന്ധകാരമാണ് എന്നതിനെ പറ്റി നമുക്ക് വ്യക്തമായ ഒരു അറിവുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത കാര്യം, അങ്ങനെ സ്വേച്ഛാധിപതികളായി മാറുന്ന ആളുകൾ, അവിടെ ഏറ്റവും വലിയ താല്പര്യം ജനത അവരെ ദൈവതുല്യമായി ആരാധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് നമോ നമോ നമോ, ഇപ്പം പ്രൈം മിനിസ്റ്റർക്ക് വേണ്ടി ടെമ്പിൾ ഉണ്ടാക്കുന്നു, അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ ദൈവമാണെന്ന് പറയുന്നു. ഇത് ചരിത്രത്തിൽ എല്ലാ ആളുകളും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം അലക്സാണ്ടർ പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു. അങ്ങനെ സ്വേച്ഛാധിപതികൾ മുഴുവനും, ഇപ്പം നമുക്ക് വേദപുസ്തകത്തിൽ നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവിൻ്റെ ചിത്രീകരണമുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസർ എന്ത് ചെയ്തു? 60 അടി ഉയരമുള്ള ഒരു വലിയ ബിംബം ഉണ്ടാക്കി. അത് ആരുടെ ബിംബമാണ്? ദൈവത്തിന്റെ ബിംബമാണെന്ന് പറഞ്ഞാൽ ഒരു രാജാവിന്റെ ബിംബമാണ്. രാജാവിനെ ദൈവമാക്കി ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാനായി രാജാവ് ഉപയോഗിക്കുന്ന തന്ത്രമാണ് ഒരു ബിംബത്തെ ഉണ്ടാക്കി അതിന് മുമ്പിൽ എല്ലാവരും സാഷ്ടാംഗം വീണ് നമസ്കരിക്കണമെന്നും, അങ്ങനെ നമസ്കരിക്കാൻ മടിക്കുന്നവർ രാജ്യദ്രോഹികളാണ്, ആന്റി നാഷണൽ എലമെന്റ് ആണ്,
അവര് ഇവിടെ വസിക്കരുത്, വേറെ എല്ലായിടത്തും പൊക്കോണം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നെബൂഖദ്നേസറിന്റെ കാലത്ത് എന്തായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ദാനിയേലിന്റെ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇപ്പൊ യേശു തന്നെ പറ്റി പറഞ്ഞ് നമ്മൾ രണ്ട് സെഷൻ അത് കണ്ടതാണ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് യേശു പറയുമ്പോൾ യേശുവിന്റെ മനസ്സിൽ ഒരു വ്യക്തി തീർച്ചയായും തെളിഞ്ഞു നിന്നിട്ടുണ്ടായിരിക്കും. ആ വ്യക്തി മറ്റാരുമല്ല, ഹെരോദാവ് എന്ന് പറയുന്ന രാജാവാണ്. അന്ധകാരം സിംഹാസനത്തിലിരുന്നാൽ അതിൻ്റെ ആൾരൂപത്തിൻ്റെ പേരാണ് ഹെരോദാവ് എന്നുള്ളത്. നമുക്കറിയാം, സ്വന്തം താല്പര്യത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുത്തത്, 2000-ൽ പരം ശിശുക്കളെ, ആൺകുഞ്ഞുങ്ങളെ കൊന്നൊടുക്കാൻ യാതൊരു മടിയുമില്ലാതെ തുനിഞ്ഞിറങ്ങിയ മനുഷ്യൻ വെളിച്ചത്തിൻ്റെ ആത്മാവാണോ അന്ധകാരത്തിൻ്റെ ആത്മാവാണോ? അങ്ങനെ ഒരു വ്യക്തിയെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം യേശു പറഞ്ഞ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നിങ്ങൾക്ക് അന്ധകാരത്തിൻ്റെ അധിപതികളെ പരിചയമുണ്ട്, പക്ഷേ അതിനേക്കാൾ വ്യത്യസ്തമായൊരു സാധ്യതയുണ്ട്. എന്നാൽ അതുകൊണ്ട് ജനം വെളിച്ചത്തെ സ്വീകരിക്കണമെന്നില്ല. യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതുമ്പോൾ സകല ജനത്തിനും ഉണ്ടാകേണ്ട വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, പക്ഷേ ജനം വെളിച്ചത്തെ വെറുത്ത് അന്ധകാരത്തെ സ്വീകരിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ അനീതി നിറഞ്ഞതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വായിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ അർത്ഥത്തിൻ്റെ വ്യാപ്തി കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് വാസ്തവത്തിൽ വിശ്വാസികളെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയമായ ദൗത്യം എന്താണ്? സ്വന്തം സ്വഭാവത്തെയും ഉൾപ്പെട്ടിരിക്കുന്ന സഭയുടെ സ്വഭാവത്തെയും സമൂഹത്തിൻ്റെ സ്വഭാവത്തെയും രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തെയും ആകമാനം അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മുഖം തിരിക്കുക, ടു റീഓറിയൻറ്റ്. അതാണ് ക്രിസ്തീയ ദൗത്യം നാം മനസ്സിലാക്കേണ്ടത്. നമ്മളതിനെ കൺവേർഷനാക്കി മാറ്റിക്കളഞ്ഞു, തികച്ചും തെറ്റിദ്ധരിച്ചു. നമുക്കറിയാം, ഭാരതത്തിൽ എക്കാലത്തും മനുഷ്യർ ഉരുവിട്ടുകൊണ്ടിരുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതെന്താണ്? തമസോമ ജ്യോതിർഗമയ, ലീഡസ് ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്. ഇതിപ്പോൾ എല്ലാ മനുഷ്യർക്കും ഇത് അറിയായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അന്ധകാരത്തിന്റെ പ്രവൃത്തിയും ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഹിന്ദു മതത്തിൽ മാത്രമല്ല, എല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ്. പ്രാർത്ഥനയും പ്രവൃത്തിയും ഘടകവിരുദ്ധമായിരിക്കും എന്നത് ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി യേശുവിൻ്റെ പ്രസ്താവനയുടെ പ്രാവർത്തികമായ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വാട്ട് ഡിഡ് ജീസസ് മീൻ വെൻ ഹി സെഡ് യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശു വിളിച്ചു പറഞ്ഞപ്പോൾ യേശു ഉദ്ദേശിച്ചത് എന്തായിരുന്നു? നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഞാൻ ഇതുവരെ പശ്ചാത്തലം ഒരുക്കുകയായിരുന്നു. ഇനി നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ആദ്യത്തെ കാര്യം, ഞാനത് ബുള്ളറ്റ് പോയിന്റ് പോലെ പറഞ്ഞു പോകത്തുള്ളൂ, സമയമില്ലാത്തതുകൊണ്ട്. ഏതെങ്കിലും കാര്യത്തിൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷൻ്റെ സമയത്താകാമല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതുവരെ സൂചിപ്പിച്ചു വന്നതുപോലെ, നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ട് എങ്കിൽ നമുക്ക് സങ്കുചിതമായ മനസ്ഥിതി വെച്ചുകൊണ്ടിരിക്കാൻ സാധ്യമല്ല. വി കനോട്ട് ബി പരോക്കിയൽ ആൻഡ് നാരോ മൈൻഡഡ്. മാത്രവുമല്ല, നമുക്ക് വേണ്ടി മാത്രം ചിന്തിക്കുവാനും നിലനിൽപ്പാനും സാധ്യമല്ല. വി കനോട്ട് എക്സിസ്റ്റ് ഓൺലി ഫോർ അവർ സെൽവ്സ്. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അതിൻ്റെ തെളിവെന്താണ്? അത് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 45-ാം വാക്യത്തിലുണ്ട്. ഞാൻ സകല ലോകത്തിനു വേണ്ടി എൻ്റെ ജീവനെ നൽകുവാൻ വന്നവനാണ്. അതാണ് അതിൻ്റെ തെളിവ്. യേശു ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നതിൻ്റെ തെളിവ് എന്താണ്? The Son of Man has come to give his life as a ransom for the sins of the world. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ലോകത്തോട് മുഴുവനുമുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്താനാണ് യേശു വന്നതെന്ന് പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, God so loved the world that he gave his only son, Jesus Christ, that whosoever believeth him should not perish but have everlasting life. അപ്പോൾ ലോകത്തെ മുഴുവനും ഒരേ സമയത്ത് ഹൃദയത്തിൽ സ്നേഹത്തോടെ വെച്ച് കാത്തു സൂക്ഷിച്ചതിന് വേണ്ടി കരുതുന്ന ആ വിശാലതയുള്ള വ്യക്തിത്വം ആയതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അതേ യേശുവിന്റെ പേരിലാണ്
ഏറ്റവും സങ്കുചിതമായ മനസ്ഥിതി, എൻ്റെ വേലിക്കപ്പുറത്ത് ആർക്കും ഗുണം വരരുത്, സഹോദരന്റെ പള്ളി മോഷ്ടിക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയത്തക്കവണ്ണം നമ്മുടെ വെളിച്ചം, നമ്മുടെ ഉള്ളിലെ വിളക്ക് കെട്ടുപോയല്ലോ എന്നത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് അപ്രകാരമുള്ള വിധത്തിൽ വളരുവാൻ നമുക്ക് കടമയുണ്ട്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് യേശു പറയുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു അർത്ഥം അതിനനുസരിച്ച് നിങ്ങൾ വളരണം. വെറും ഞാഞ്ഞൂലിൻ്റെ പോലെ ഇരുന്ന ആ അവസ്ഥയിൽ ഇരുന്നിട്ട് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു കോമാളിത്തരമായിരിക്കും. അതിനകത്ത് അർത്ഥമൊന്നും ഉണ്ടാകുകയില്ല. ഇത് നമുക്കറിയാം, പഴയ നിയമത്തിൽ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അബ്രഹാമിന് കൊടുക്കുന്ന ദർശനത്തിൽ ഇതേ ആശയമുണ്ട്. നീയും നിന്റെ സന്തതിയും ദേശത്തിന് അനുഗ്രഹമായി തീരും എന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു സഭയ്ക്കോ അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിനോ എന്നൊന്നുമല്ല. നിങ്ങൾ ദേശത്തിന് അനുഗ്രഹമായി തീരണം. അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ ഇപ്രകാരം വളരെ വിശാലമായൊരു ദർശനമാണ്. നമുക്കൊരു ഹിന്ദു മതത്തിൽ ഉലകമേ തറവാട്, ആ ഒരു വിശാലമായ ദർശനമുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നതിൽ പരാജയം സംഭവിച്ചു എന്നത് നിലനിൽക്കെ തന്നെ നാം വിലമതിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്രകാരമുള്ള വിശാലമായ ദർശനം ഉണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ യേശു ഇവിടെ പറയുകയാണ്. രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, അപ്പൊ ആദ്യത്തെ ഇങ്ങനെയുള്ള പ്രസ്താവനയിൽ ആദ്യത്തെ അർത്ഥം എന്താണ്? സങ്കുചിതമായ മനസ്ഥിതിയിൽ നമ്മുടെ മാത്രം ചെറിയ ഇടങ്ങളിൽ എല്ലാം തോട്ടപ്പുഴ പോലെ കടിച്ചു കിടക്കുന്നത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മീയമായ ദർശനത്തിന്റെ ഘടകവിരുദ്ധമാണ്. നാം നമുക്ക് വേണ്ടി മാത്രം ചിന്തിക്കുകയും നമുക്ക് വേണ്ടി മാത്രം നിലനിൽക്കുകയും ചെയ്യരുത്. നമുക്ക് നൽകിയിരിക്കുന്ന ദർശനവും കടമയും വളരെ വലുതാണ്. ഈ ലോകം മുഴുവനും നമ്മുടെ ചുമതലയുടെ പരിധിയിൽ പെടുന്നതാണ്. അതുകൊണ്ട് അതിനാനുപാതികമായി വളരുവാൻ നാം ശ്രമിക്കണം. ഇത് വ്യക്തമാണ് ഞാൻ വിചാരിക്കുക. ഇനി രണ്ടാമത്, നാം ഈ ലോകത്തിൽ ശക്തമായ ഒരു അസ്തിത്വമുള്ളവരായിരിക്കണം. വി മസ്റ്റ് ബി എ ഫെൽറ്റ് പ്രസൻസ്. നാം ലോകത്തിന്റെ വെളിച്ചമാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ടെങ്കിൽ ലോകത്തിന്റെ വെളിച്ചമായി തീരും. അങ്ങനെയെങ്കിൽ അതുകൊണ്ടാണ് ഈശ്വരൻ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, ഭൂമിയുടെ ഉപ്പാണ്. അത് വളരെ വ്യക്തമാണല്ലോ. വെരി ഫെൽറ്റ് പ്രസൻസ്. ഇപ്പം ഉപ്പുണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഒരു ഡിബേറ്റ് അവിടെ ഇല്ല. ലൈറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്നാരും തർക്കിക്കത്തില്ല. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകത്തക്കവണ്ണം, അത് അനുഗ്രഹമായി തന്നെ മനസ്സിലാകത്തക്കവണ്ണമുള്ള ഒരവസ്ഥയിലായിരിക്കണം. എന്നാൽ അത് മനസ്സിലാക്കാതെ നാം വരയ്ക്കുന്ന ചെറിയ ചെറിയ വട്ടങ്ങളിൽ മാത്രം തങ്ങി നിന്നുകൊണ്ട് അവിടെ വലിയ മാമാങ്കമൊക്കെ കളിച്ച് അതിൽ അഭിരമിക്കുന്ന ഒരു അല്പത്തരത്തിൻ്റെ അവസ്ഥയിലാണ് ബഹുഭൂരിപക്ഷം സഭകളും വിശ്വാസികളും എന്ന ഈ വലിയ പാപ്പരത്വത്തിൻ്റെ അവസ്ഥ നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച്. എന്തിനാണ് നമ്മൾ സ്വയത്തെ ത്യജിക്കുന്നത്? സ്വയത്തിനപ്പുറത്തുള്ള വിശാലമായ ലോകത്തെപ്പറ്റി ചിന്തിക്കുവാനും അതിനോട് ചുമതല ബോധത്തോടെ ബന്ധം പുലർത്തുവാനാണ് സ്വയത്തെ ത്യജിക്കുക എന്ന് പറയുന്നത്. അത് ആത്മഹത്യ ചെയ്യുക അല്ലെന്ന് നമുക്കറിയാമല്ലോ. സെൽഫ് ഡിനയൽ ഈസ് നോട്ട് സൂയിസൈഡ്. Self denial is being liberated from a very narrow context so that we can look at the whole universal situation, the big picture, and assume responsibilities. അതക്കതായി വളരുകയും ചെയ്യുക. ഈ മൂന്നാമതായി, നാം ലോകത്തിന്റെ വെളിച്ചമാണ്, നമ്മുടെ ഉള്ളിൽ വെളിച്ചമുള്ളത് കൊണ്ട് നാം ലോകത്തിന്റെ വെളിച്ചമാണ് എങ്കിൽ നമുക്ക് നമ്മുടെ പഴയ കാലത്തെ വലിയ വലിയ നേട്ടങ്ങളെ മാത്രം നമ്പി നിൽക്കാൻ സാധ്യമല്ല. വി കനോട്ട് ലിവ് ഓൺ ആ പാസ്റ്റ് ഗ്ലോറീസ്. നമ്മുടെ പലയിടങ്ങളിലും ഞാൻ കാണുന്നൊരു കാര്യമാണ്, പണ്ട് ഞങ്ങൾ അതായിരുന്നു ഇതായിരുന്നു, മിഷണറിമാർ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട്, വീരവാദം നടക്കും. പക്ഷെ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? ഇപ്പം നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നത് ഇപ്പോഴത്തെ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. പ്രസന്റ് ടെൻസ് എന്ന് പറയും, വർത്തമാനകാലം. നമ്മൾ ഒരിക്കലും വർത്തമാനകാലത്തിൽ ജീവിക്കത്തില്ല. പണ്ട് എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതാ വരാൻ പോകുന്നു.
ഞാൻ കർത്താവിൻ്റെ 2-ാം വരവിൽ ആകാശമേഘദൂതങ്ങളിൽ ഞാൻ കാഹളം വരുമ്പോൾ പറന്നു കളയും എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ് ആരും ചിന്തിക്കുന്നില്ല. അതിനെപ്പറ്റി വലിയ കരുതൽ നമുക്കില്ല. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ലഭിച്ചിട്ടുള്ള മതപരമായ പരിശീലനം മുഴുവനും പുറകോട്ട് നോക്കാനാണ്. ബാക്ക്വേർഡ് ലുക്കിംഗ് റിലിജിയൻ എന്ന് പറയും. ബാക്ക്വേർഡ് ലുക്കിംഗ് റിലിജിയൻ. ഇത് വളരെ അപകടമാണ് എന്നത് വേദപുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ട് നമുക്കറിയാം. ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി പോയത് പുറകോട്ട് നോക്കിയത് കൊണ്ടാണ്. അത് പ്രതീകാത്മകമായൊരു സംഭവമാണ്, അത് ലിറ്ററൽ അല്ല. ഇറ്റ് ഈസ് സിംബോളിക്. നിങ്ങൾ പുറകോട്ട് മാത്രം നോക്കിയിരുന്നാൽ, അതാണ് ഈ വലിയ പാരമ്പര്യം, ട്രഡീഷൻ, ഞങ്ങളുടെ വലിയ പാരമ്പര്യം എന്നൊക്കെ പറയും. ഇപ്പൊ ഓർത്തഡോക്സുകാർക്കാണ് പാരമ്പര്യം അങ്ങ് വലിയ മത്ത് പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ വർത്തമാനകാലത്തിൽ എന്തെങ്കിലും നന്മ ചെയ്യണമെന്നോ പ്രസക്തി ഉണ്ടാകണമെന്നോ ഒരു താല്പര്യമില്ല അവർക്ക്. മാത്രമല്ല, എൻ്റെ ഉദാഹരണം പറയുന്നതെന്ന് മാത്രം. മതങ്ങൾക്ക് പൊതുവെയുള്ള സ്വഭാവം മനുഷ്യരെ എപ്പോഴും പണ്ടുണ്ടായിരുന്ന കാലങ്ങളിലേക്ക് മുഖം തിരിച്ചു നിർത്തും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എവരി റിലിജിയൻ ഈസ് ബാക്ക്വേർഡ് ലുക്കിംഗ്. യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ, യേശുവിൻ്റെ ദൗത്യത്തിൽ, ഉത്ബോധനങ്ങളിൽ നിങ്ങൾക്കിത് അല്പം പോലും കാണാൻ സാധ്യമല്ല. ജീസസ് വാസ് ഓൾവേസ് ഫോർവേഡ് ലുക്കിംഗ്. മുൻപോട്ടാണ്. ദൈവരാജ്യത്തെ പറ്റി യേശു പറഞ്ഞു, ദൈവരാജ്യം എന്നിൽ കൂടെ ഇതാ വന്നിരിക്കുന്നു, ഇതാ വരാൻ പോകുന്നു, വന്നിരിക്കുന്നതിനും വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. അപ്പോൾ ഇന്നും ഇനിയും വരാൻ പോകുന്നത്, പുറകോട്ട് നോക്കുന്ന പ്രശ്നമില്ല. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എപ്പോഴും പുറകോട്ട് നോക്കിയാൽ മാത്രമേ നിൽക്കത്തുള്ളൂ. മുമ്പോട്ട് നോക്കിയാൽ പോയി, പിടിവിട്ടുപോയി. ഇതെങ്ങനെ സൃഷ്ടിച്ചെടുത്തു എന്ന് എനിക്കറിയില്ല. പുറകോട്ട് നോക്കി മാത്രം ജീവിക്കുന്നവൻ ഉപ്പുകല്ലായി പോകുമെന്ന് പറഞ്ഞാൽ അവൻ അല്പം പോലും പ്രസക്തി ഉണ്ടാകുകയില്ല. അവൻ ജീവിക്കുന്ന ശവമായി തീരും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ യേശു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നാണ്. അത് ഇന്നും നാളെയും മറ്റന്നാളും അങ്ങോട്ട് സംഭവിക്കേണ്ടതാണ്. കഴിഞ്ഞ കാലങ്ങളെ പറ്റി അല്ല പറയുന്നത്. മുൻപോട്ട് പോകണം, മുൻപോട്ട് നോക്കണം. മുൻപോട്ട് നോക്കുന്നത് പാപമാണെന്ന് മനുഷ്യർ പഠിപ്പിച്ചാൽ എന്ത് ചെയ്യും? എന്തുകൊണ്ട് സഭകളും മതങ്ങളും ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ മുൻപോട്ട് നോക്കിയാൽ അവൻ കഴിഞ്ഞ കാലങ്ങളിലെ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയും ആ ഒരു പുരോഗതിയെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു ചട്ടക്കൂടിലാണ് ഈ മതത്തിൻ്റെ ഭാരവാഹികൾ നിൽക്കുന്നത് എന്നതുകൊണ്ട് അവർക്കത് തട്ടുകേടാണ്. അവിടെ ജനം പുറകോട്ട് മാത്രമേ നോക്കാവൂ എന്ന് പറഞ്ഞാൽ പുരോഹിതവർഗം പറയുന്നതിനപ്പുറത്തൊന്നുമില്ല എന്ന ഒരു മിഥ്യയിൽ ജനങ്ങളെ എത്ര നൂറ്റാണ്ട് വേണമെങ്കിലും കെട്ടിയിടാൻ സാധിക്കും. അതുകൊണ്ടാണ് യേശു, ബെത്സരെ വിടുവിക്കാൻ വന്ന യേശു, നിങ്ങൾ പുറകോട്ട് നോക്കരുത്, നിങ്ങൾ മുന്നോട്ട് നോക്കണം, നിങ്ങൾ മുന്നോട്ട് ഓടുകയും. ഇപ്പം പൗലോസ് അപ്പോസ്തലന്റെ പഠിപ്പീരിൽ പോലും മുൻപോട്ട് നോക്കുകയും. ഇപ്പൊ എബ്രായ ലേഖനം, പൗലോസ് അപ്പോസ്തലൻ എഴുതിയതല്ല, എബ്രായ ലേഖനത്തിൽ എന്താണ് പറയുന്നത്? ലുക്കിംഗ് അൺ ടു ജീസസ് ദി ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് മൈ ഫെയ്ത്ത്, ഐ വിൽ റൺ വിത്ത് ഡിലിജൻസ്. നോക്കുവിൻ, നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ മുൻപിലുള്ള ഓട്ടം വിശ്വാസത്തോടും സ്ഥിരതയോടും കൂടെ ഓടുവീൻ എന്നല്ലേ പറയുന്നത്. മുൻപോട്ടല്ലേ ഓട്ടം, പുറകോട്ടാണ് ഓട്ടം. എന്നാൽ നിങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നാളിതുവരെ നിങ്ങൾ കേട്ടത് പുറകോട്ട് നോക്കണം എന്ന് മാത്രമാണ്. നമുക്ക് സംഭവിച്ച വലിയ ബലഹീനതയുടെയും പരാജയതയുടെയും ഒരു മുഖ്യ കാരണം ഇതാണെന്ന് ദയവായി മനസ്സിലാക്കുക. ഈ ലോകത്തിൽ വസിക്കുവാൻ കൊള്ളരുതാത്തവരായി നമ്മെ അധപ്പതിപ്പിച്ച് കളഞ്ഞൊരു ഘടകം ഇതാണ്. ഈ പുറകോട്ട് നോക്കിയുള്ള ഈ ഞണ്ട് പുറകോട്ട് വലിയെന്ന് കേട്ടിട്ടുണ്ട്. മനുഷ്യനെ ഞണ്ടാക്കുന്ന പരിപാടിയാണിത്. അതുകൊണ്ട് അതാണ് മൂന്നാമതായിട്ട് എനിക്ക് പറയാൻ. നാലാമതായിട്ട് മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞത്, നമുക്ക് കഴിഞ്ഞ കാലത്തെ നേട്ടങ്ങളിൽ മാത്രം അള്ളിപ്പിടിച്ച് നിൽക്കാൻ സാധ്യമല്ല. മുൻപോട്ട് പോകണം. ഇന്നും നാളെയും മറ്റന്നാളുമുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കണം, അതനുസരിച്ച് വളരണം. നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, വ്യക്തിപരമായും വിശ്വാസ സമൂഹമായും നമുക്ക്
നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ ജീവന്റെ ഊർജം പകരുവാൻ സാധ്യമാകണം. ഞാൻ ആദ്യത്തെ സെഷനിൽ പറഞ്ഞത് ജീസസ് ഈസ് ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചം ഊർജമാണ് എന്ന ആശയം ഞാൻ അവതരിപ്പിച്ചു. അതിപ്പോൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയമായ കടമ എന്താണെന്ന് അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്താണ്? നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും വ്യക്തിപരമായും ഒരു വിശ്വാസ സമൂഹമായും ജീവന്റെ ഊർജം പ്രസരിപ്പിക്കുക, റേഡിയേറ്റ് ദി എനർജി ഓഫ് ലൈഫ്. അത് യേശുവിന്റെ ഉദാഹരണത്തിൽ, മാതൃകയിൽ നമുക്ക് കാണാവുന്നതാണ്. wherever he was, he radiated life. അതുകൊണ്ടാണ് യേശു എവിടെ പോകുമ്പോഴും അവിടെ ഒരു വലിയ വ്യത്യാസം വരുന്നത്. The transformative power is the power of life, the energy of life. അതാണ് നമുക്ക് നൽകിയിരിക്കുന്ന കടമ. അതില്ലാത്തപ്പോൾ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ലൗദോക്യ സഭയുടെ അനുഭവത്തിലുണ്ട്. ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും അറപ്പ് തോന്നുന്ന അവസ്ഥ, മനുഷ്യൻ യാതൊരു വീര്യവുമില്ലാതെ ജീവനുണ്ടോ മരിച്ചുപോയോ ശവമാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അതുകൊണ്ടാണ് വായിൽ നിന്ന് തുപ്പിക്കളയുമെന്ന് പറയുന്നത്. അത്രമാത്രം ആൻ എക്സ്പ്രഷൻ ഓഫ് അറ്റ്മോസ്റ്റ് കണ്ടംപ്റ്റ്, ഒരു വിധത്തിലും സഹിക്കാൻ വയ്യ എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ അവസ്ഥയിലിരിക്കുമ്പോൾ, അതായത് ലൗദോക്യ സഭയുടെ അവസ്ഥയിലിരിക്കുമ്പോൾ, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, നമുക്ക് ഈ ലോകത്തോട് കടമയൊന്നുമില്ല, ലോകത്തിന് എന്തെങ്കിലും കൊടുക്കേണ്ട ചുമതലയൊന്നും നമുക്കില്ല. ആ അവസ്ഥയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് യേശുവിൻ്റെ പഠിപ്പീരുകളെ പറ്റി യാതൊരു താല്പര്യവും ഉണ്ടാകുകയില്ല. ഇതാണ് യേശുവിൻ്റെ പഠിപ്പീരുകളെ മനസ്സിലാക്കാൻ ക്രിസ്ത്യാനിക്ക് താല്പര്യമില്ലാത്തതിൻ്റെ മർമ്മം ഞാൻ വെളിപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഇത്ര മനോഹരമായ പഠിപ്പീരുകൾ? ഞാൻ ലോക സാഹിത്യം അല്പമൊക്കെ പഠിച്ച വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഒട്ടും അതിശയോക്തി പറയുന്നതല്ല. ഞാൻ വായിച്ചിട്ടുള്ള സാഹിത്യം, മറ്റുള്ള കൃതികൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് യേശുവിൻ്റെ പഠിപ്പീരിനോടാണ് ഏറ്റവും അധികം എൻ്റെ ഉള്ള ചേർന്ന് നിൽക്കുന്നത്. എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഓരോ ദിവസവും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് ഈ കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ലാതെ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അന്വേഷിക്കാതെ, ആരെങ്കിലും പറയുന്നത് കേട്ടു, അതിനെ ആവർത്തിച്ച് 100 പ്രസംഗം കേട്ടതിന്റെ കഴമ്പ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഈ ഒരു അവസ്ഥയിൽ കഴിഞ്ഞു പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നൽകിയിരിക്കുന്ന വിളി എന്താണ്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണ് എന്നതിനെപ്പറ്റി അല്പം പോലും താല്പര്യമില്ലാത്തത് കൊണ്ടാണ് യേശുവിൻ്റെ പഠിപ്പീരുകൾ എന്താണെന്നും അതിൻ്റെ പൊരുൾ എന്താണെന്നും അറിയുവാൻ നമുക്ക് താല്പര്യമില്ലാത്തത്. ഇനി അഞ്ചാമതായിട്ട്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് യേശു നമ്മെ പറ്റി പറയുമ്പോൾ അഞ്ചാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, വി കനോട്ട് അഫോർഡ് ദ ലക്ഷറി ഓഫ് എക്സ്ക്യൂസസ്. ഒഴികഴിവ് കണ്ടുപിടിക്കുക എന്നത് നമുക്ക് അനുവദനീയമല്ല. നിങ്ങൾ ആകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ആകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഒഴികഴിവില്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെളിച്ചം പ്രസരിപ്പിച്ചേ മതിയാകുകയുള്ളൂ. യു ഹാവ് ടു ഷെഡ് ദ ലൈറ്റ് അബ്രോഡ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യാതൊരു ഒഴികഴിവും പാടില്ല. യു കനോട്ട് ഓഫർ എക്സ്ക്യൂസസ്. പലരും പറയും, അയ്യോ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? യേശു 2000 വർഷം മുമ്പ് ജീവിച്ചു, ആ കാലത്തൊക്കെ എളുപ്പമായിരുന്നു, ഈ കാലത്തൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒഴികഴിവ് നോക്കരുത്. ഡു നോട്ട് ലുക്ക് ഫോർ എക്സ്ക്യൂസസ്. എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായ ശേഷം നമുക്ക് ആത്മീയമായ കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. നമ്മുടെ വെളിച്ചത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത് ചുറ്റും അന്ധകാരം വർദ്ധിക്കുമ്പോഴാണ്. എന്നാൽ നാം ചിന്തിക്കുന്നവരെ മറിച്ചാണ്. ഈ അന്ധകാരത്തിന്റെ യുഗത്തിൽ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഞാൻ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത്, അന്ധകാലത്ത് യേശുവിൻ്റെ പഠിപ്പീരുകൾ പ്രസക്തമായിരുന്നു, നമ്മുടെ കാലത്ത് ഒന്നും പ്രാവർത്തികമല്ല എന്നാണ് ഒരു 99% ക്രിസ്ത്യാനികളും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ വ്യാപകമായ വിശ്വാസം യേശുവിൻ്റെ ആശയങ്ങൾ പ്രാവർത്തികമല്ല, നമുക്ക് സ്വീകരിക്കാവുന്നതും
ആചരിക്കാവുന്ന കാര്യമല്ല എന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടം അത്രമാത്രം പ്രയാസം, ക്ലേശം, കോംപ്ലിക്കേഷൻ നിറഞ്ഞതാണ്. പക്ഷെ അത് തന്നെ ആയിരിക്കണം അത് പ്രാവർത്തികമാക്കാനുള്ള കടമ കൂടുതൽ ശക്തമായി നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത്. ആറാമത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആറാമത്തെ അർത്ഥം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല നമുക്ക് കൈവിടാൻ സാധ്യമല്ല. മറ്റാരെങ്കിലും ഇത് ചെയ്തോളും എന്ന് പറഞ്ഞ് മാറിപ്പോകാൻ സാധ്യമല്ല. നമുക്കറിയാം ഹിന്ദു മതത്തിൽ സംഭവാമി യുഗയുഗേ, ഓരോ കാലഘട്ടത്തിൽ ധർമ്മം നശിക്കുമ്പോൾ ദൈവം അവതാരം എടുക്കുന്നു. അങ്ങനെ 10 ദശാവതാരങ്ങൾ. അപ്പോൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവവും ഈ ലോകത്തിലെ അവസ്ഥയും തമ്മിലൊരു ബന്ധമുണ്ട്. ഗോഡ് കെയർസ് ഫോർ ദ വേൾഡ്, അതാണ് എൻ്റെ പോസിറ്റീവ് ഐഡിയ. എന്നാൽ ഹിന്ദുമത ദർശനവും ക്രിസ്തുമത ദർശനവും വ്യത്യാസം, ഹിന്ദുമതത്തിൽ അങ്ങനെ ഒരു അവതാർ എന്ന് പറയുന്ന ആശയമില്ല. എന്നാൽ ആശയമുണ്ട്, വേറൊരു വിധത്തിലാണ്. ക്രിസ്തുമതത്തിലെ അവതാർ എന്ന് പറയുന്നത് മനുഷ്യരാണ്. നാം ഓരോരുത്തരും അവതാരങ്ങളാകണം എന്നാണ് യേശു പറയുന്നത്. ഈച്ച് വൺ ഓഫ് യു മസ്റ്റ് ബിക്കം ആൻ അവതാർ. യേശു പറഞ്ഞ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അതിൻ്റെ ശേഷം പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഇഫ് ഐ യൂസ് എ ഹിന്ദു ടെർമിനോളജി, ഈച്ച് വൺ ഓഫ് us is mandated to be an avatar in the specific context. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളോടൊരു പ്രസക്തി ഉണ്ടാകണം. We should become a felt presence wherever we are. We must radiate light. We must be a remedial influence on. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. We are mandated to be avatars in our context. Do not look for an external or extra avatar. ഒരിക്കലും വരികയില്ല. കാരണം നിങ്ങളെ ആ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. അതാണ് ആറാമത്തെ അർത്ഥം. ഏഴാമത്തെ അർത്ഥം, the only credible proof that we believe in God is the eagerness to be the light of the world. അപ്പം ദൈവം ആരാണ്? യേശു പറഞ്ഞു ലോകത്തിന്റെ വെളിച്ചമാണ്. അതിൽ നാം വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? നാം ലോകത്തിന്റെ വെളിച്ചമാണെന്ന് വിശ്വസിക്കാത്ത ആർക്കും തന്നെ ദൈവം ഉണ്ട് എന്ന് സത്യമായി വിശ്വസിക്കാൻ സാധ്യമല്ല. നാം ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് ആത്മാർത്ഥമില്ലാത്തതുകൊണ്ട് നാം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. If you believe in God, you will certainly believe, you will certainly accept the fact that you are also the light of the world. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന യേശുവിന്റെ വെളിപ്പെടുത്തലുകൾ അതേ അർത്ഥത്തിൽ സ്വീകരിക്കാത്ത ഒരുത്തന് പോലും ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് സത്യസന്ധമായി അവകാശപ്പെടുവാൻ, പറയുവാൻ സാധ്യമല്ല. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട അർത്ഥമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എട്ടാമത്തെ അർത്ഥം, നമ്മുടെ വിശ്വാസം എന്നാൽ എന്താണ് എന്നതിനെ പറ്റി ഈ ഒരു വെളിപ്പെടുത്തൽ നല്ല ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ കാതലായ അംശം എന്താണെന്നറിയാം? നമ്മുടെ ഉള്ളിൽ ദൈവികമായ വെളിച്ചമുണ്ട് എന്നതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസ പ്രമാണം. പക്ഷേ നമ്മുടെ സഭകളിൽ പോയി നാം ഞായറാഴ്ച തോറും ഉരുവിടുന്ന വിശ്വാസ പ്രമാണത്തിൽ അത് ഇല്ലേ ഇല്ല. അത് മാത്രമില്ല, അത് വരികയുമില്ല. അങ്ങനെ ഒരു വിശ്വാസ പ്രമാണം ഉണ്ടാകത്തില്ല. അതാണ് രസം. നിങ്ങൾക്ക് സുവിശേഷവുമായി എന്തെങ്കിലും പരിചയമുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കും, യേശു വിഭാവന ചെയ്ത വിശ്വാസത്തിന്റെ ഉള്ളടക്കം, ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന വിശ്വാസ പ്രമാണമാണ്. അത് ഉൾക്കൊള്ളാതെ എന്ത് വിശ്വാസമാണ് ഉള്ളത്? ഇപ്പോ അത് നാം വിശ്വസിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ട് നാം വിശ്വസിക്കുന്നുവെങ്കിൽ, നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് തെണ്ടുക, അത് തരണമേ, ഇത് തരണമേ, റിമൈനിങ് വെരി പയസ് പാരസൈറ്റ്സ് ഓൺ ഗോഡ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, എല്ലാം ദൈവം തന്നോളണം. കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് തൊട്ട്, മകളുടെ സുഖപ്രസവം തൊട്ട്, മകന് വിദേശ ജോലി തൊട്ട് എല്ലാം ദൈവം ഉരുട്ടി തന്നുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന അവസ്ഥ ഒരിക്കലും കൈക്കൊള്ളുകയില്ല. അത് ഏറ്റവും വലിയ നഗ്നതയാണെന്ന് നമുക്ക് മനസ്സിലാകും. എന്തുകൊണ്ട് ക്രിസ്ത്യാനിക്ക് ഇത് മനസ്സിലാകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ വിശ്വാസികളല്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത് ദൈവരാജ്യങ്ങളുടെ ഉള്ളിലാണ് എന്ന് പഠിപ്പിച്ചത്. ദൈവരാജ്യം ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യന് ഒരു തെണ്ടിയായിട്ട് ജീവിക്കാൻ ഒക്കും.
നിങ്ങൾക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ യെരൂശലേം ദേവാലയത്തിന്റെ പടിവാതിൽക്കൽ നിന്ന് തെണ്ടുകയാണ്, സുന്ദരമെന്ന ഗോപുരത്തിന്റെ പടിവാതിൽക്കൽ. പത്രോസും യോഹന്നാനും അതിലെ വരുന്നു. പത്രോസ് എന്താണ് അവരോട് പറഞ്ഞത്? വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാന്നാണ് പറഞ്ഞത്. കാരണം നീ യേശുവിന്റെ നാമവുമായിട്ട് എന്തെങ്കിലും ബന്ധം നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഈ അവസ്ഥ പാടില്ല. ഇതല്ല നിന്റെ അവസ്ഥ. നമ്മുടെ പ്രാർത്ഥന മുഴുവനും തെണ്ടലല്ലേ? നമ്മുടെ ആരാധന തെണ്ടലല്ലേ? നമ്മുടെ ഭയഭക്തി ഒരു തെണ്ടലല്ലേ? ആരെങ്കിലും ഉള്ളിൽ ഈ വെളിച്ചമുണ്ട്, ഈ വെളിച്ചത്തോട് എനിക്ക് നീതി പാലിക്കണം, ഈ വെളിച്ചത്തെ പ്രയോജനപ്പെടുത്തണം, ഈ വെളിച്ചത്തെ പ്രകടിപ്പിച്ച് മറ്റുള്ളവർക്ക് അത് ആശ്വാസവും പ്രചോദനവും ആകണം എന്ന് വിധത്തിൽ ചിന്തിക്കുന്നവരുണ്ടോ നമ്മുടെ ഇടയിൽ? അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധയർഹിക്കുന്ന ഒരു വിഷയമാണിത്. അതിനെ വേണ്ടതുപോലെ ഗ്രഹിപ്പാൻ നമുക്കിടയാകട്ടെ. ഇനി അവസാനമായി 9-ാമത്തെ പോയിന്റ്. If we believe that there is light within us, we will not be deceived by fake godmen and saviors. നമുക്കറിയാം, നമ്മുടെ കാലഘട്ടത്തിൽ അത്ഭുത രോഗശാന്തി വിദഗ്ധർ, ആൾ ദൈവങ്ങൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അങ്ങനെ കൂണ് പോലെ പൊട്ടിമുളച്ചുകൊണ്ടേയിരിക്കുകയാണ്. കൃപാസനം തൊട്ട് അമറുന്ന പാസ്റ്റർ വരെ ദൈവത്തെ കയ്യിലിട്ട് അമ്മാനമാടുകയാണ് നമ്മുടെ മധ്യത്തിൽ. മനുഷ്യര് ഈ പെരുവെള്ളപ്പാച്ചിൽ പോലെ അവിടെ പുറകെ പോവുകയാണ്. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? ഉള്ളിൽ വെളിച്ചമുള്ള ഒരു വ്യക്തിക്ക് പോലും അത് സാധ്യമല്ല. ഉള്ളിൽ അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ വ്യാജ ആൾദൈവങ്ങളുടെ പുറകെയും മനുഷ്യരെ കബളിപ്പിക്കുന്ന അത്ഭുത രോഗശാന്തി എന്ന് പറയുന്ന വ്യവസായം നടത്തുന്ന, മറിമാൻ നടത്തുന്ന ആളുടെ പുറകെ പോകാൻ സാധിക്കുകയുള്ളൂ. യേശു പറഞ്ഞു, നിങ്ങളുടെ ആവശ്യം എന്തെന്ന് നിങ്ങൾ അറിയുന്നതിന് മുൻപേ അറിയുന്നൊരു പിതാവ്, നിങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരു പിതാവ് സ്വർഗത്തിലുണ്ട്. ആ പിതാവ് മണ്ടനാണെന്നും ആരുടെയെങ്കിലും റെക്കമെൻഡേഷനിൽ കൂടെ പോയാൽ മാത്രമേ നമ്മുടെ കാര്യം സാധിക്കത്തുള്ളൂ എന്ന് വിചാരിച്ച് ഈ പൊട്ടന്മാരുടെ പുറകെ പോകുന്ന ആളുകളുടെ ഉള്ളിൽ വെളിച്ചമുണ്ട് എന്ന് പറയാൻ ഒക്കുമോ? നമ്മുടെ അധപ്പതനം എത്ര വലുതാണെന്ന് തിരിച്ചറിയാൻ ഈ ഒറ്റ വാചകം മതി. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറയുന്ന ഒരൊറ്റ വെളിപ്പെടുത്തൽ മതി. ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന അന്ധകാരത്തിന്റെ പ്രവണതകളെയും നാം വെച്ചു പുലർത്തുന്ന സങ്കുചിതമായ അവസ്ഥകളെയും അതിൻ്റെ പാപ്പരത്വത്തെയും അതിൽ കൂടെ ഉത്ഭവിക്കുന്ന ആത്മീകമായ അന്ധതയും ഇതെല്ലാം തിരിച്ചറിയാൻ ഈ 4-5 വാക്കുകൾ മാത്രം മതി. അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ ഇത് യേശു മുന്നമേ കണ്ടിരുന്നു. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം ഒന്ന് വായിക്കുമെങ്കിൽ അതിൻ്റെ 5-ാം വാക്യം, 11-ാം വാക്യം, 24-ാം വാക്യം, ഈ 3 വാക്യങ്ങളിൽ ഇതേ ആശയം യേശു ആവർത്തിച്ച് പറയാം. സാധാരണ യേശു ഒരേ ആശയം ആവർത്തിക്കാറില്ല. ഏതിന് യേശു വളരെ അധികം പ്രാധാന്യം കൽപ്പിക്കുന്നുവോ അത് മാത്രമേ വളരെ വിരളമായി യേശു ആവർത്തിക്കാറുള്ളൂ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ ഈ 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും 11-ാം വാക്യത്തിലും 24-ാം വാക്യത്തിലും ആവർത്തിക്കുന്ന ആശയം എന്താണ്? നിങ്ങളെ ആരും ചതിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. വാച്ച് ഔട്ട് ദാറ്റ് നോ വൺ ഡിസീവ്സ് യു. എന്നിട്ട് യേശു പറയുന്നു, ഫോർ മെനി വിൽ കം ഇൻ മൈ നെയിം. അനേകർ എൻ്റെ പേരിൽ വരും. അവര് അവകാശപ്പെടും. എന്താണ്? ക്ലെയിമിങ് ഐ ആം ദ മെസ്സിയ, ഞാനാണ് രക്ഷിതാവ്, എൻ്റെ പുറകെ പോര്. ആൻഡ് ആർ അനേകരെ വഴിതെറ്റിക്കും എന്ന് പറയുന്നുണ്ട്. ദേ വിൽ ഡിസീവ് മെനി. ഇതേ ആശയം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അടുത്ത 2 വാക്യങ്ങൾ, അതായത് 11-ാം വാക്യത്തിൽ 24-ാം വാക്യത്തിലും കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ സാധ്യതകളെല്ലാം യേശു മുന്നമേ കണ്ടിരുന്നു. മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വെളിച്ചം അസ്തമിച്ചു പോയാൽ അവൻ ഇപ്രകാരമുള്ള വലിയ മണ്ടത്തരത്തിൽ, അർത്ഥശൂന്യമായ താല്പര്യങ്ങളിൽ മാത്രം അവനെ തന്നെ അപമാനിക്കുന്ന അവസ്ഥയിൽ, അതിൽ അഭിമാനം കണ്ടുകൊണ്ട് അപമാനവും അഭിമാനവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പോലും കഴിയാതെ, ഈ നിനവയിലെ ആളുകളെ പറ്റി പറയുമ്പോൾ അവിടെ ഇടത് കൈ വലത് കൈയിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവരെന്ന് പറയുന്നതിന് അതിനേക്കാൾ മോശമായ അവസ്ഥയിലാണ് നാം ഇപ്പോൾ കഴിയുന്നത്. ഇത് മനസ്സിലാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതുകൊണ്ട് യേശു പറയുന്നു,
All external avatars or godmen are cheats and fake messiahs. നിങ്ങളുടെ മുമ്പിൽ കലാകാലങ്ങളിൽ സ്വയം അവതരിപ്പിക്കുന്ന ഈ രക്ഷകരുണ്ടല്ലോ, ഈ വിശ്വാസ വീരന്മാർ, നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത നടത്തി നിങ്ങളുടെ പൈസയും കൊണ്ടുപോകുന്നവർ, അവരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. പിന്നെയും യേശു പറയുന്നു, നിങ്ങൾ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ ആടുകളുടെ വേഷമാണ് നിങ്ങളുടെ വസ്ത്രത്തിൽ വരുന്നത്, പക്ഷെ അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു എന്നാണ്. അതിൽ കൂടെ എന്ത് വെളിപ്പെടുത്താനാണ്? അതുകൊണ്ട് യഥാർത്ഥത്തിൽ സത്യത്തെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ട് എന്ന യേശു വെളിപ്പെടുത്തിയ മാറ്റമില്ലാത്ത ഈ സത്യത്തെ അതുപോലെ വിശ്വസിക്കാൻ നമുക്ക് ഇടയാകുകയും, വിശ്വസിക്കുക എന്നത് മാത്രമല്ല, അതിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടിനെയും പ്രവർത്തന മണ്ഡലങ്ങളെയും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആകത്തുകയും രൂപീകരിച്ചെടുക്കുവാൻ നാം വളരെയധികം താല്പര്യം കാണിക്കും, അതിനുവേണ്ടി അധ്വാനിക്കും. നമ്മുടെ ഇടയിൽ എന്തുകൊണ്ട് ഈ വിശ്വാസവഞ്ചന നടത്തുന്ന അത്ഭുത രോഗശാന്തി വിദഗ്ധർ പന പോലെ തഴച്ചു വളരുന്നുവെന്ന് ചോദിച്ചാൽ, വിശ്വാസികളുടെ ഉള്ളിൽ വെളിച്ചത്തിന് പകരം അന്ധകാരമാണ് എന്നതുകൊണ്ടാണ്, അല്ലാതെ മറ്റ് യാതൊരു കാരണവും ഇതിനില്ല എന്ന് സൂചിപ്പിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് രണ്ട് സാധ്യതകളേ ഉള്ളൂ. ഒന്നുകിൽ നാം അന്വേഷകരായി തീരുക. യേശു പറഞ്ഞു, അന്വേഷിപ്പീൻ കണ്ടെത്തും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉള്ളിൽ വെളിച്ചമുള്ളവൻ അന്വേഷിച്ചിരിക്കും. വ്യക്തമായി ഓർത്തിരിക്കുക, ഉള്ളിൽ വെളിച്ചമുള്ളവൻ അന്വേഷിച്ചിരിക്കും. ഉള്ളിൽ അന്ധകാരമുള്ളവൻ വിറങ്ങലിച്ച് ഒരു മൂലയ്ക്ക് ഇരുന്നു പോകും. അവൻ ചിതൽപുറ്റായി പോകും. അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഒന്നുകിൽ നാം ഇപ്രകാരം അന്വേഷിക്കുന്നവരായി തീരുക, യേശു പറഞ്ഞു അന്വേഷിപ്പിൻ കണ്ടെത്തുക. അല്ലെങ്കിൽ നാം വെറും ഇത്തിലുകളെ പോലെ പാരസൈറ്റ്സായി വ്യാജ രക്ഷകരുടെ പുറകെ പോയി കബളിപ്പിക്കപ്പെട്ട് നിരാശരായി വഞ്ചിതരായി കഴിഞ്ഞുകൂടുക. ഈ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയാൻ പോലും നമുക്ക് പലർക്ക് സാധ്യമല്ല, കാരണം നാണക്കേടാണ്. എന്നതുകൊണ്ട് എല്ലാവരും സഹിച്ചിരിക്കുന്നു. അങ്ങനെ മിണ്ടാതിരിക്കുന്നതോടുകൂടെ ഈ വഞ്ചകർ കൂടുതൽ തഴച്ചു വളരുന്നു. ഇതാണ് നമ്മുടെ ഇടയിലെ അവസ്ഥ. അപ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഹൗ ക്യാൻ യു അബൈഡ് ഇൻ ദ ട്രൂത്ത് ദാറ്റ് ജീസസ് ഈസ് ആൻഡ് ഓൾസോ റൺ ആഫ്റ്റർ ദ മെർച്ചൻസ് ഓഫ് ഫാൾസ്ഹുഡ്? കള്ളം വിറ്റ് നടക്കുന്ന ആളുകളുടെ പുറകെ ഓടുകയും ഞാൻ തന്നെ സത്യമെന്ന് അവകാശപ്പെട്ട യേശുവിനോട് വിധേയത്വമുണ്ട് എന്ന അതേ ശ്വാസത്തിൽ പറയുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ ഒരു അബ്സർഡിറ്റി നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. അപ്പം തീർച്ചയായും ഇങ്ങനെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശു പറയുമ്പോൾ അപ്രകാരം ആ തലത്തിൽ നമ്മെ തന്നെ മനസ്സിലാക്കുകയും അതുകൊണ്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ നിസ്സാരമായ ലഘുവായ ഒരു കാര്യമല്ല. അതൊരു വളരെ വെല്ലുവിളിയേറിയ അവസ്ഥയാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വിളിച്ചവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചുരുക്കമാണ്. മെനി ആർ കോൾഡ് ബട്ട് ഫ്യൂ ആർ ചോസൺ. കാരണം എന്താണ്? ഇത് എളുപ്പമല്ല എന്നതുകൊണ്ടാണ്. ഏറ്റവും എളുപ്പമായ കാര്യം എന്താണ്? മനസ്സിൽ അന്ധകാരം നിറച്ച് എവിടെയെങ്കിലും ഇരിക്കുക, പരിമിതമായി ചിന്തിക്കുക, സ്വയത്തിന് മാത്രം നിൽക്കുക, ഞാൻ പിടിച്ച മുയലിന് 10 കൊമ്പാണെന്ന് പറയുക, എൻ്റെ പരമ്പരത്ത് അപ്പുറത്ത് ലോകമില്ലെന്ന് പറയുക. ഇങ്ങനെ ഇരിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ യേശു വിഭാവന ചെയ്ത വിധത്തിൽ നമ്മെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് ഇമ്മിണി പണിയുള്ള പരിപാടിയാണ്, ഇച്ചിരി പ്രയാസമാണ് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് മെനി ആർ കോൾഡ് ബട്ട് ഫ്യൂ ആർ ചോസൺ. ഇത്രയും നാം മനസ്സിലാക്കിയതിൽ നിന്ന് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ആശയം നമുക്ക് ഇതുവരെ മനസ്സിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായ വിധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അത് വളരെ സെൻട്രൽ ആയിട്ടുള്ള ആശയമാണ്. വളരെ കേന്ദ്രത്തിൽ ടു കീ ഐഡിയാസ്, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന രണ്ട് ആശയങ്ങൾ
നാം ഇതുവരെ മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായ വിധത്തിൽ മനസ്സിലാക്കാൻ നാം ഇതുവരെ പരിഗണിച്ചു വന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ സാധിക്കും. ഞാൻ പെട്ടെന്ന് സമയം തീരാൻ പോകുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ യേശു പറയുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. റിപ്പന്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. നമുക്ക് മാനസാന്തരത്തിനെ പറ്റി പല വിവക്ഷകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതൊന്നുമല്ലാതെ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവിൻ്റെ പഠിപ്പീരുകളെ മാത്രമാണ്, ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെ മാത്രം ആശ്രയിച്ച് പറയട്ടെ. ഈ മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ട് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാനുള്ള ആ സന്നദ്ധതയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല. അത് അംഗീകരിക്കാത്ത ഒരു വ്യക്തി പോലും മാനസാന്തരപ്പെടുന്നില്ല. നമ്മുടെ മനസ്സിലെ അന്തരമാണല്ലോ മാനസാന്തരം. ഇന്ന് വരെ നാം ധരിച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഒരു നന്മയുമില്ല, നമ്മൾ വെറും പൊള്ളയാണ്, പതിരാണ് എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ യേശു പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, നിങ്ങളുടെ ഉള്ളിൽ ആ വെളിച്ചമുണ്ട്. ആ യാഥാർത്ഥ്യം അംഗീകരിക്കാനുള്ള മനസ്സ്, സന്നദ്ധത, അതാണ് യഥാർത്ഥത്തിൽ മാനസാന്തരമായി നാം മനസ്സിലാക്കേണ്ടത്. റിപ്പൻറ്റൻസ് ഈസ് നത്തിങ് ബട്ട് ദ വില്ലിംഗ്നെസ് ടു അക്നോളജ് ദ ലൈറ്റ് വിത്തിൻ ഈച്ച് വൺ ഓഫ് us വിത്ത് ഓൾ ദാറ്റ് ഇറ്റ് ഇംപ്ലൈസ്. പലരും വിചാരം, അയ്യോ ഞാൻ അങ്ങനെ തെറ്റുപറ്റിപ്പോയല്ലോ, ഞാൻ ആത്മാർത്ഥമായിട്ട് ദുഃഖിക്കുന്നു. റിപ്പൻറ്റൻസ് ഈസ് നോട്ട് മിയർലി ഫീലിംഗ് സോറി ഫോർ സംതിങ്. അത് വലിയ തെറ്റിദ്ധാരണയാണ്. റിപ്പൻറ്റൻസ് ഇസ് എ വെരി പോസിറ്റീവ് കോൺസെപ്റ്റ്. വളരെ ശക്തിയേറിയ അർത്ഥവത്തായ, അർത്ഥം നിറഞ്ഞു തുളുമ്പുന്ന ഒരാശയമാണ് ഈ മാനസാന്തരം എന്നുള്ളത്. നമ്മളതിനെ ലഘൂകരിച്ച് അർത്ഥശൂന്യമാക്കി കളഞ്ഞു, പാഴും പതിരുമാക്കി കളഞ്ഞു. അത് നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ട് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ട സന്നദ്ധതയുടെ പേരാണ് ഈ മാനസാന്തരം എന്നുള്ളത്. 2, യേശു നിക്കോദിമോസിനോട് പറഞ്ഞ കാര്യം വ്യാപകമായ ക്രിസ്ത്യാനികൾ തെറ്റിദ്ധരിക്കുന്നതാണ്. വീണ്ടും ജനിക്കുന്നു. നിക്കോദിമോസിനോട് പറഞ്ഞില്ലേ, truly truly I say to you, unless you are born again you shall not see the kingdom of God. അപ്പൊ നീ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ട് എന്ന് തിരിച്ചറിയുന്നത് മാനസാന്തരമാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചറിയുന്നതിൽ കൂടെ നാം രൂപീകരിച്ചിരിക്കുന്ന, എടുക്കുന്ന പുതിയ ജീവിതത്തിന്റെ, പുതിയ ജീവന്റെ പേരാണ് ബോൺ അഗെയിൻ. സോ ബോൺ അഗെയിൻ റിസൾട്ട്സ് ഫ്രം ലിവിങ് ദ ന്യൂ അവയർനെസ്. അങ്ങനെ നാം നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ട് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുന്നതിൽ കൂടെ, അതിനനുസരിച്ച് ജീവിക്കുന്നതിൽ കൂടെ നാം വെളിച്ചത്തിന്റെ വ്യക്തിത്വത്തെ പ്രാപിക്കുന്നു. വി അറ്റൈൻ ദ പേഴ്സണാലിറ്റി ഓഫ് ലൈറ്റ്. ഇപ്പോൾ ഏകദേശം 9 മണി ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താൻ പോവുകയാണ്. കുറച്ച് ബാക്കിയുണ്ട്, അതിന് അടുത്ത സെഷനിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. ബാക്കിയുള്ള സമയം നമുക്ക് ഡിസ്കഷന് വേണ്ടി ഉപയോഗിക്കാമല്ലോ. അനേക ആശയങ്ങൾ നമുക്കിന്ന് കവർ ചെയ്യാൻ പറ്റി. അവ വേണ്ടതുപോലെ വ്യക്തമാക്കാൻ കഴിഞ്ഞുവെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ഇത് ഇംഗ്ലീഷ് വേർഷനും കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നാളെയോ മറ്റന്നാളോ ഞാനത് ചെയ്തു കഴിഞ്ഞു. ഇന്ന് ഈ മലയാളം വേർഷൻ നമ്മൾ ഇപ്പോഴത്തെ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ ഇംഗ്ലീഷ് വേർഷൻ. അപ്പം ഏതെങ്കിലും കാര്യം ക്ലിയർ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർത്ത് നിങ്ങൾ നോക്കിയാൽ എല്ലാം പകൽ പോലെ സ്പഷ്ടമാകും എന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ഇംഗ്ലീഷ് വേർഷനും കൂടെ ഞാൻ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യുന്നത്. So once again, I thank you. I would like to thank everyone for coming together today, and I have enjoyed being with you today. ഇനി നമുക്ക് ഡിസ്കഷനിലേക്ക് കിടക്കാം.